Welcome you all to next videos on function. Next video on function. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒന്ന് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്താണെന്നുള്ളത്, എഫ് ഇൻവേഴ്സ് എന്താണെന്നുള്ളത്. മറ്റൊന്ന് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷൻ ആദ്യമായിട്ട് ആ പിക്ചർ വഴി ഡെഫിനേഷൻ കാണിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് രണ്ട് ഫങ്ഷൻസ് തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത്. അതായത് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി സി ഈക്വൽ ടു സെറ്റ് എ ബി സി എന്ന് തന്നിട്ട് എഫ് ജി ഡിഫൈൻ ചെയ്തു. എഫിൻ്റെ പ്രത്യേകത എന്താ? എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ അവിടെ നമ്മൾ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് എടുത്തത്. നേരത്തെ പറഞ്ഞു എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും ഫംഗ്ഷൻ ആക്കാൻ പറ്റില്ല. ഫംഗ്ഷൻസിന് ചില കണ്ടീഷനുണ്ട്. എല്ലാവർക്കും ഡൊമൈനിലുള്ള എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്സെറ്റിനെ എ ക്രോസ് ബിയിൽ നിന്ന് കണ്ടെത്തി. അതാണ് എഫ് എന്ന് പറയുന്നത്. അതേപോലെ ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ എന്ന് പറഞ്ഞാൽ ബി ക്രോസ് എ എഴുതി ബി ക്രോസ് എയിൽ നിന്നും ഫംഗ്ഷൻ ആകത്തക്ക രീതിയിൽ ഒരു സബ്സെറ്റിനെ കണ്ടെത്തി അതിനെ നമ്മൾ ജി എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ജി ഇൻവേഴ്സ് കണ്ടു, എഫ് കോമ്പോസിഷൻ ജി കണ്ടു, ഇതെല്ലാം ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ജി കോമ്പോസിഷൻ എഫിന് ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എ സി ഇൻ എ ക്രോസ് സി. ഓർഡേഡ് പെയർ എ സി, ഓർഡേഡ് പെയർ എ സി ഇൻ എ ക്രോസ് സി സച്ച് ദാറ്റ് there exists B in B. What's the condition? Such that AB element of F and BC element of G. പ്രത്യേകത എന്താണ്? ഈ ജി കോമ്പോസിഷൻ എഫിനകത്തുള്ള എലമെൻറ്റുകളെല്ലാം ഏത് ഫോമിലായിരിക്കും? എ സി ഫോമിലായിരിക്കും. ആ എ സി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? എ ക്രോസ് സിയിലെ എലമെൻ്റാണ്. ഇനി ആ എ സി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എ സി കിട്ടുന്നത് എങ്ങനെയാണ്? എ സി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് എ സിയിലേക്ക് എത്താൻ പറ്റില്ല. എയിൽ നിന്നും ബിയിലെത്തി ബിയിൽ നിന്നും സിയിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിയിൽ എയ്ക്കകത്തുള്ള ഒരു സ്മോൾ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബിക്കകത്ത് ഒരു മറ്റൊരു എലമെൻറ്റ് കാണണം. ആ എലമെൻറ്റിനെ ബി എന്ന് പറയാം. പ്രത്യേകത എന്താ? എയിൽ സ്മോൾ എ ഉണ്ട്, ബിയിൽ സ്മോൾ ബി ഉണ്ടെങ്കിൽ നമുക്ക് പറയും എ ബി എഫിലുണ്ടെന്ന് പറയും. ഇനി ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിയിൽ ഒരു എലമെൻ്റ് ഉണ്ടാകും, അതാണ് സ്മോൾ സി. അപ്പോൾ ബിയിലെ ബി, സിയിലെ സി. പ്രത്യേകത എന്താ? ബി സി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ജിയിലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ എ ബി എഫിലും ബി സി ജിയിലും ഉണ്ടെങ്കിൽ എ സി എവിടെയായിട്ട് മാറും? എ ക്രോസ് സി ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത്തരത്തിൽ ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും മനസ്സിലാക്കുക. ആദ്യം ജി ക്രോസ് എഫിനകത്തുള്ള എലമെൻറ്റുകളെല്ലാം ഏത് ഫോമിലായിരിക്കും? എ സി ഫോമിലായിരിക്കും. എ സി ഫോമിലായിരിക്കും. പ്രത്യേകത there exists B in B such that എ ബി എലമെൻറ്റ് ഓഫ് എഫ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകത ഇതാണ്. ഈ എഫിൻ്റെ പ്രത്യേകത എന്താ? എഫ് എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഭാഗമായിരിക്കും. എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് എയും ബിയും. സോ എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആണ്. അതേപോലെ ജിയുടെ പ്രത്യേകത എന്താ? ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി ആണ്. വിച്ച് മീൻസ് ജി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് സി. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബി ക്രോസ് സിയിലെ സബ്സെറ്റാണ് ജി വന്നിരിക്കുന്നത്. ഇനി പ്രത്യേകത ഇതാണ്. ഇവിടെ എ ഉണ്ടെങ്കിൽ, എഫിനകത്ത് എ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാപിറ്റൽ ബിക്കകത്ത് ആര് കാണും? ഒരു സ്മോൾ ബി കാണും. അതുപോലെ ക്യാപിറ്റൽ സിക്കകത്ത് ഒരു സ്മോൾ സി കാണും. പ്രത്യേകത ഇതാണ്. നമുക്ക് ഈ എ സി എന്ന എയിൽ നിന്ന് സിയിലെത്തണമെങ്കിൽ പ്രത്യേകത എന്താ? എഫിനകത്ത് ആദ്യം ആരുണ്ടാകും? എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എഫിനകത്ത് ഉണ്ടാകും. അതായത് എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ശരിക്കും ആരുടെ എവിടുന്ന് കിട്ടിയതാണ്? എ ക്രോസ് ബി നിന്ന് കിട്ടിയതാണ്. അതേപോലെ ബി സി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ബി ക്രോസ് സിയിലുണ്ടാവും. പ്രത്യേകത
നമ്മളിങ്ങനെയാണ് വരുന്നത്. എയിൽ നിന്നും നേരെ ബിയിലേക്ക് പോകുന്നു. എ മാപ്പ് ചെയ്യുന്നത് ബിയിലേക്കാണ്. എ മാപ്പ് ചെയ്യുന്നത് ബിയിലേക്കാണ്. പി എങ്ങോട്ട് മാപ്പ് ചെയ്യും? സിയിലേക്ക് മാപ്പ് ചെയ്യും. ഫലത്തിൽ എയിൽ നിന്നും എവിടെ എത്തും? നമ്മൾ സിയിലെത്തും. സോ എ ഈസ് മാപ്ഡ് ടു സി. എ ഗോസ് ടു സി എന്നുള്ളതിന് പകരം പറയുന്ന പേരാണ് എ സി എലമെന്റ് ഓഫ് എ ക്രോസ് സി എന്ന് പറയും. എ സി എലമെന്റ് ഓഫ് എ ക്രോസ് സി. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആ പിക്ചർ മനസ്സിലുണ്ടായാൽ എളുപ്പമായിരിക്കും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ആരുടെ ഭാഗമായിരിക്കും? എ ക്രോസ് സിയുടെ ഭാഗമായിരിക്കും. എ ക്രോസ് സിയുടെ ഭാഗമായി വരുന്ന എല്ലാ എലമെൻറ്റിൻ്റെയും ഫോം എന്തായിരിക്കും? സ്മോൾ ഓർഡേഡ് പെയർ എ സി ആയിരിക്കും. ഇപ്പം എങ്ങനെ പറയാം? ജി ക്രോസ് എഫ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ജി ക്രോസ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഫോം എ സി വെയർ എ സി എലമെൻറ്റ് ഓഫ് എ ക്രോസ് സി. ഇനി വാട്ട്സ് എ കണ്ടീഷൻ? ആ എ സി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എക്കകത്ത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി. സോ എ ബി ദർ എക്സിസ്റ്റ് ബി സച്ച് ദാറ്റ് എ ബി എലമെൻറ്റ് ഓഫ് എഫ്. അപ്പം തന്നെ എന്ത് പറയാം? ഇവിടെ ബി ഉണ്ടെങ്കിൽ അപ്പുറത്ത് സി ഉണ്ട്. ബി സി എലമെൻറ്റ് ഓഫ് ജി. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ സി എവിടെ ഉണ്ടാവും? നമ്മുടെ ജി കോമ്പോസിഷൻ എഫിലുണ്ടാവും. അപ്പോൾ ഇതാണ് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷൻ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ പറഞ്ഞത്. അപ്പോൾ ഡെഫിനിഷൻ ക്ലിയറായി. ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനിഷൻ ക്ലിയറായി. അതുപോലെ തന്നെ ഇൻവേഴ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം ബേസിസിൽ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. ഇതായിരുന്നു ഇൻവേഴ്സിൻ്റെ പ്രത്യേകത. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചുള്ള ഫംഗ്ഷനെയാണ് എഫ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് കിട്ടാനുള്ള മാർഗം എന്താ? എടുക്കുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എടുത്തിട്ട് ഏത് ഫംഗ്ഷനിലെ നമ്മൾ ഓർഡേഡ് പേഴ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡേഡ് പേഴ്സിനെ ഓരോ എലമെൻറ്റിനെയും തിരിച്ചെഴുതുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് കിട്ടുന്നത്. അതായത് എക്സ് വൈ എഫിലുണ്ടെങ്കിൽ തിരിച്ച് വൈ എക്സ് എവിടെ ഉണ്ടാവും? എഫ് ഇൻവേഴ്സിലുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചില തിയറംസിലേക്കൊക്കെ പോകും. തിയറംസ് ഓരോരോ തിയറംസായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തിയറം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇതുവരെ നിങ്ങൾക്ക് തിയറവുമായി ബന്ധപ്പെട്ട് വലിയ പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം പ്രാധാന്യം നമ്മൾ കൊടുത്തു വേണം അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ എക്സ്ട്രാ ചില കാര്യങ്ങളിവിടെ പറയാനുണ്ട്. അതായത് ഒരു പ്രോബ്ലം, ഡിഫൈൻ എഫ് ഫ്രം -∞ 0 to infinity by f of x is equal to x square. Observe that f is bijective. Describe f inverse by a formula. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? -∞ 0 to infinity ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ -∞ 0 നമ്മൾ വിളിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഡൊമൈൻ ആരാണ്? ഡൊമൈൻ എന്ന് പറയുന്നതാണ് -∞ to 0. കോ ഡൊമൈനാണ് 0 to infinity. ഇപ്പോൾ ഇവിടെ ഒരു നിങ്ങൾ നോട്ട് എഴുതിയ സമയത്ത് ഇത് നോട്ട്സിനകത്ത് ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ഒരാൾ എഴുതിയ നോട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തതാണ്. മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു തരാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ -∞ 0 to infinity എന്നാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ -∞ 0 മുകളിൽ ഇത് റേഞ്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റേഞ്ച് അല്ല, അത് ആക്ച്വലി ഇതെന്താണ്? ഡൊമൈനാണ്. ഡൊമൈനാണ് -∞ 0. അതേപോലെ കോ ഡൊമൈനാണ് 0 to infinity. അതൊക്കെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അത് കറക്ഷൻ വരുത്തുക. അവിടെ -∞ 0 എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ റേഞ്ച് എന്നുള്ള മാറ്റിയിട്ട് അവിടെ ഡൊമൈൻ എന്നുള്ളതാക്കി കൊടുക്കുക. അതാണ് ഇവിടെ നോക്കാനുള്ളത്.
അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത -∞ to 0 ആണ് ഫംഗ്ഷൻ. എന്നിട്ട് അവിടെ കോഡൊമൈനായിട്ട് വന്നിരിക്കുന്നത് 0 to ∞ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത -∞ to 0 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഫംഗ്ഷൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചെറിയ മാറ്റങ്ങളോടെ ഇവിടെ വരുത്തുക. ഇവിടെ ഡോട്ടഡ് ലൈൻസ് കൊടുക്കുക, ഇവിടെ ഡോട്ട് ലൈൻസ് കൊടുക്കുക. അതുപോലെ താഴേക്ക് വേണ്ട, ഇവിടെ ഈ താഴേക്കുള്ള ഭാഗം നിങ്ങൾ ഒഴിവാക്കുക, ഈ ഭാഗം വേണ്ട. ഇത്രയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങളിവിടെ വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻസ് കൊടുക്കാം. പക്ഷേ ഡോട്ടഡ് ലൈൻസ് ആക്ച്വലി ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഇല്ല. അപ്പോൾ ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ, ഇത്രയും മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ, ഇതേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻസ് കൊടുക്കാം, ഇപ്പുറത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അതേപോലെ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻസ് കൊടുക്കാം, ആക്സിസ് ഇങ്ങോട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ -∞ to 0 ആണ്. -∞ to 0 എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ അല്ലേ, -∞ to 0 ആണ് നമ്മുടെ ഡൊമൈൻ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഫംഗ്ഷൻ പോയിരിക്കുന്നത് എവിടെ മുതലാണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to ∞ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. പിന്നെ അതിൻ്റെ വാല്യൂ കൂടി അല്ലേ, ഫംഗ്ഷൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഹൈറ്റ് കൂടുകയാണ്. ഹൈറ്റ് കൂടി ഈ ഹൈറ്റ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്? ഹൈറ്റ് ഗോസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഹൈറ്റ് ചെയ്തപ്പോൾ 1 ആകാം, 2 ആകാം, 3 ആകാം, 10 ആകാം, അങ്ങനെ ഹൈറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. വിച്ച് മീൻസ് ഡൊമൈൻ എന്ന് പറയുന്നത് ആരാണ്? 0 to ∞ ആണ്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡൊമൈനും റേഞ്ചും, ഡൊമൈനും കോഡൊമൈനും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഫംഗ്ഷന് ബൈജക്റ്റീവ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈന് നമ്മുടെ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പോയിന്റിൽ മാത്രമേ നമ്മുടെ ഗ്രാഫിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാക്കുക, ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. പിന്നെ നമ്മുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് 0 to ∞ ആണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ റേഞ്ചിനകത്ത് വന്നിരിക്കുന്നത് ഇമേജസ് വന്നിരിക്കുന്നതും ഇവിടെ തന്നെയാണ്, 0 to ∞ ആണ്. ഇമേജസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഗ്രാഫിനകത്തുള്ള പോയിന്റ്സ്, അതാണ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിനകത്തുള്ള ഏത് പോയിന്റ് എടുത്ത് നോക്കിക്കോളൂ, ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ കോർഡിനേറ്റ് ഏതിനകത്ത് വരും, ഏത് ഇൻ്റർവെല്ലിൽ വരും? 0 to ∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് അത് വരുന്നത്. അപ്പോൾ എന്ത് പറയാം, ഇവിടെ കോഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? സെയിം ആണ്. കൂടാതെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ കോഡൊമൈനും റേഞ്ച് സെയിം ആണെങ്കിൽ ആ ഫംഗ്ഷനെ ഓൺ ടു എന്ന് വിളിക്കും. ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈന് ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്തുകൂടെയാണ്? 1 കൂടെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് ദ ബൈജക്റ്റീവ്. അതായത് എഫ് ഈസ് ബൈജക്റ്റീവ് ആസ് എവരി ഹൊറിസോണ്ടൽ ലൈൻ intersects the curve exactly at one point. അതൊരു മെത്തേഡ്. ഇനി അതല്ലാതെ നമ്മൾ മറ്റൊരു മെത്തേഡിൽ കൂടെ നമ്മൾ ചെയ്തു, ഇത് ഗ്രാഫ് വരച്ച് ചെയ്യാം. ഇനി അതല്ല, ഗ്രാഫ് ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രാഫ് അറിയാത്ത കേസിൽ എങ്ങനെയാണ്? എല്ലാ ഫംഗ്ഷൻ്റെയും നമുക്ക് ഗ്രാഫ് അറിയില്ല. ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ എക്സ്റ്റേറിയൽ ഗ്രാഫ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരച്ച് കാണിച്ചു. പക്ഷേ ജനറലി ഒരു ഫംഗ്ഷൻ തന്നിട്ട് 1 ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫ് പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിൻ്റെ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെയിനായിട്ടൊരു മെത്തേഡുണ്ട്. നമ്മൾ 1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നേരത്തെ പഠിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് അതാണ് നമ്മൾ ഇനി ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കി ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. പേര് എന്താ? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം എ ഈക്വൽ ടു എ ഡാഷ് എ ഡാഷ്. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ഡാഷ് ഇംപ്ലൈസ് എ ഈക്വൽ ടു എ ഡാഷ്. ഇതാണ് ബേസിക് ഡെഫിനേഷൻ. അപ്പോൾ ആ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു,
ഡൊമൈനകത്തുള്ള 2 പോയിന്റ്സ് എടുത്തു. അവിടെ എയും എ ഡാഷും പറയുന്നു. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് x1 x2 ആണ്. അപ്പോൾ ഡൊമൈനകത്തെ 2 പോയിന്റ്സ് എടുത്തു. അതാണ് x1ഉം x2ഉം. അപ്പോൾ മനസ്സിലാക്കുക, ഡൊമൈനകത്തെ 2 പോയിന്റ്സ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടുത്തെ പോയിന്റ്സ് എടുത്തു, 2 പോയിന്റ്സ് എടുത്തു. ഫസ്റ്റ് പോയിന്റ് x1, അടുത്ത പോയിന്റ് x2. ഡൊമൈനകത്ത് 2 പോയിന്റ്സ് ആണ് x1ഉം x2ഉം. എന്നിട്ട് ആ ഓരോ പോയിന്റുകളുടെയും എന്ത് കണ്ടുപിടിച്ചു? ഇമേജസ് കണ്ടുപിടിച്ചു. നോക്കാം, x1ൻ്റെ ഇമേജ്. ഇപ്പോൾ x1ൻ്റെ ഇമേജ് കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? x1ൻ്റെ ഇമേജ് കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം x1ൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, അത് മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത പോയിന്റ്, അത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് f ഓഫ് x1. അതേപോലെ x2ൻ്റെ ഇമേജ്, x2ൽ നിന്ന് ഗ്രാഫിലേക്ക് ഒരു ലൈൻ വരച്ചു, ആ മീറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് f ഓഫ് x2. അപ്പോൾ കണ്ടീഷൻ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ x1ഉം x2 ഒക്കെ പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഗ്രാഫ് ഇതുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രൊസീജിയർ പറയാം. ലെറ്റ് എഫ് ഓഫ് x1 is equal to f of x2 എന്ന് പറഞ്ഞാൽ എന്താ? 2 പോയിന്റുകൾ എടുത്തു, അവരുടെ ഇമേജുകൾ സെയിം ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ x1ൽ നിന്നും ഗ്രാഫിലേക്ക് വരയ്ക്കുന്ന ആ ലൈനിൻ്റെ ഹൈറ്റും x2ൽ നിന്നും ഗ്രാഫിലേക്ക് വരയ്ക്കുന്ന ലൈനിൻ്റെ ഹൈറ്റും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുക. അവസാനം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ വേറെ ഒരു മാർഗവും ഇല്ല, x1 is equal to x2 എന്ന് പ്രൂവ് ചെയ്യും. അതായത് ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകൾ സെയിം ആണ് എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ അതാണ് ആക്ച്വലി 1-1 ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ, കണ്ടീഷൻ. അപ്പോൾ നോക്കാം, ലെറ്റ് എഫ് ഓഫ് x is equal to f of x2. ഇനി എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ്. അപ്പോൾ എഫിൻ്റെ പ്രത്യേകത എന്തകത്തേക്ക് കൊടുത്താൽ ഇൻപുട്ട് എന്തായാലും അതിനെ സ്ക്വയർ ചെയ്യും. എഫ് ഓഫ് 2 കൊടുത്താൽ 2² ആവും, എഫ് ഓഫ് 3 കൊടുത്താൽ 3² ആവും. അപ്പോൾ ഇവിടെ ഇൻപുട്ട് x1 ആണ്, ഒരിടത്ത് ഇൻപുട്ട് x2 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 becomes x1² ആൻഡ് എഫ് ഓഫ് x2 becomes x2². അപ്പോൾ എങ്ങനെ പറയാം? x1² is equal to x2². That is x1² minus x2² is equal to 0. It can be written as x1 plus x2 into x1 minus x2 is equal to 0. Now, product equal to 0 means one of the factor must be 0, which means x1 plus x2 is equal to 0 or x1 minus x2 is equal to 0. Then x1 plus x2 equal to 0 means x1 is equal to minus x2, and x1 minus x2 equal to 0 means x1 is equal to x2. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും ട്രൂ ആവുന്നത്. പക്ഷേ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് എന്തായാലും ട്രൂ ആവില്ല. കാര്യം ഒരിക്കലും x1 x2 റിയൽ നമ്പേഴ്സാണ്. ഒരു കാരണവശാലും x1 എന്ന് പറയുന്നത് ഒരു നമ്പർ, ഇപ്പം 2 is equal to -3 എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കാരണവശാലും x1 is equal to -x2 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് 2 നമ്പേഴ്സിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എന്തായിരിക്കും? x1 is equal to x2. അപ്പോൾ എഫ് ഓഫ് എക്സ് is equal to f of x2 എന്ന് തുടങ്ങി അവസാനം എവിടെ എത്തിച്ചു? x1 is equal to x2 എന്ന് എത്തിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ മാത്രമല്ല റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? 0 to ∞ ഈക്വൽ ആണ്. അപ്പോൾ ഫംഗ്ഷൻ എന്തായി? 1-2 ആയി. അപ്പോൾ ഫംഗ്ഷൻ 1-1 1-2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാറുള്ളത് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഇൻവേഴ്സ് നേരത്തെ പറഞ്ഞു, എഫ് ഇൻവേഴ്സ് കാണാൻ ഒരു മാർഗ്ഗം നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ഓർഡേഡ് പേഴ്സ് ആയിട്ട്. എഫിനെ നമ്മൾ ഓർഡേഡ് പേഴ്സ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ എഫ് ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഓർഡേഡ് പേഴ്സിനെ എല്ലാം തിരിച്ചെഴുതിയാൽ എഫ് ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ പക്ഷേ നമ്മൾ ജനറൽ ഫംഗ്ഷൻസിലേക്ക് വരുമ്പോഴേക്കും ആ മെത്തേഡ് പലപ്പോഴും അത്ര പോരാ. ജനറൽ മെത്തേഡിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു മെത്തേഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇൻവേഴ്സ് കാണുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് is equal to x². ആ ഈക്വൽ ടു ഞാൻ y എന്ന് എടുത്തു, എഫ് ഓഫ് എക്സിനെ y എന്ന് എടുത്തു. അപ്പോൾ x² is equal to y ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? x is equal to plus or minus √y. സോ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് x is equal to plus √y, മറ്റൊരു വാല്യൂ ആണ് x is equal to minus √y. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് x is equal to minus √y എന്നെടുത്തു. ഇതിന് കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഡൊമൈൻ പരിശോധിക്കുക. ഡൊമൈനകത്ത് വരുന്ന എലമെൻ്റ് ആണല്ലോ എക്സ്. ഡൊമൈൻ എല്ലാം നെഗറ്റീവ് നമ്പേഴ്സാണ്.
നോക്കി, നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈ ഭാഗം മാത്രമാണ്. ഇവിടെ വരുന്ന എല്ലാം നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഡൊമെയിനിൽ വരുന്ന എല്ലാം നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഡൊമെയിനിൽ വരുന്ന എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എക്സ് ഈക്വൽ പ്ലസ് റൂട്ട് മൈനസ് റൂട്ട് വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? മൈനസ് റൂട്ട് വൈ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വൈ. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കണം. എക്സിൻ്റെ ഇമേജാണ് വൈ അല്ലേ? എക്സിൻ്റെ ഇമേജാണ് ഇത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എക്സിൻ്റെ ഇമേജാണ് വൈ. തിരിച്ച് എക്സിനെ എന്ത് വിളിക്കാം? വൈയുടെ ഇൻവേഴ്സ് ഇമേജ് എന്ന് വിളിക്കാം. ഇതാ ഇങ്ങനെ വിളിക്കാം, എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് വിളിക്കാം. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വൈ എന്നുള്ളതിനെ എക്സിന് പകരം എത്രയെന്ന് കൊടുത്തു? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കൊടുത്തു. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് വൈ എന്ന് വന്നു. വേർ വൈ എലമെൻറ്റ് ഓഫ് 0 to ഇൻഫിനിറ്റി. അതിന് കാര്യം വേറൊന്നുമല്ല, മനസ്സിലാക്കണം. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമെയിനിലാണ്, വൈ വരുന്നത് റേഞ്ചിലാണ് അല്ലേ? അതായത് വൈ വരുന്നത് എവിടെയാണ്? ഇതാണ് വൈ. എക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നത് ഇവിടെയാണ്. ഇതാണ് എക്സിൻ്റെ വാല്യൂസ്, ഇത്രയും ഇതൊക്കെ എക്സിൻ്റെ വാല്യൂസ് ആണ്. തിരിച്ച് വരുന്ന വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, റേഞ്ചിലാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ചിലെ വാല്യൂസ് എല്ലാം തന്നെ ഇവിടെ വരുന്നത് ഏത് ഇൻ്റർവെൽ വരുന്നതാണ്? 0 to ഇൻഫിനിറ്റി വരുന്ന ഇൻ്റർവെൽ വരുന്നതാണ് റേഞ്ചിലെ വാല്യൂസ് എല്ലാം തന്നെ. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക, ആ ഒരു കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ഫംഗ്ഷന് എഴുതുന്നത്, അതിലെന്നും ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ടൂൾ യൂസ് ചെയ്യുക. പലപ്പോഴായിട്ട് നമ്മൾ ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റുകൾ സെയിം ആണെന്ന് യൂസ് ചെയ്യും. അതേപോലെ റേഞ്ച് കോഡൊമൈനും സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയാം. അങ്ങനെ 1 ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കാണുന്ന മെത്തഡാണ് പറഞ്ഞത്. ആ ഫംഗ്ഷനെ ആദ്യം എഫ് ഓഫ് എക്സിനെ വൈ എന്ന് കൊടുക്കുക. അപ്പോൾ അതിനർത്ഥം എക്സിൻ്റെ ഇമേജാണ് വൈ. തിരിച്ച് എക്സിനെ വൈയുടെ ഇൻവേഴ്സ് ഇമേജ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സിനെ എങ്ങനെ വിളിക്കാം? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയതാണ് നമ്മുടെ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് എന്താ പ്രത്യേകത? എഫ് ആണ് ഫംഗ്ഷൻ എങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ് അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഫംഗ്ഷൻ എങ്ങനെ തന്നാൽ ഓർഡേഡ് പേഴ്സ് ആയിട്ട് തരികയാണെങ്കിൽ കോമ്പോസിഷൻ കാണുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഓർഡേഡ് പേഴ്സ് ആയിട്ട് തന്നിട്ടില്ല. അതിന് പകരം എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഡിഫൈൻ എഫ് ഫ്രം 0 ഇൻഫിനിറ്റി ടു ആർ. ഈ ഓർഡേഡ് പേഴ്സ് ആയിട്ട് തരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഡൊമെയിൻ ഫൈനൈറ്റ് ആണെങ്കിലാണ് ഓർഡേഡ് പേഴ്സിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഓർഡേഡ് പേഴ്സിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഇവിടുത്തെ എ ഈക്വൽ ടു സെറ്റ് 1 2 3 ബി ഈക്വൽ ടു 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് എ ക്രോസ് ബി എഴുതാനൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫൈനൈറ്റ് അല്ല സെറ്റുകൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ മെത്തേഡ് പറ്റില്ല. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കാണാനുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം 0 ഇൻഫിനിറ്റി ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആൻഡ് ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം 1 ഇൻഫിനിറ്റി ടു ആർ ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണാനാണ്. എഫ് കോമ്പോസിഷൻ ജി, എഫ് ഓഫ് ജി ഓഫ് എക്സ് മീൻസ് എഫ് കോമ്പോസിഷൻ ജി. ഇതാണ് കാണുന്നത്. ഒന്ന് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അതാണ് എന്തായിട്ട് മാറിയത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിട്ട് മാറിയത്. അതേപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ എന്തെന്ന് എഴുതിയിരിക്കുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് റിട്ടൺ ആസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എത്രയാണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എഫിനകത്ത്, എഫിൻ്റെ പ്രത്യേകത എന്താ? എഫിൻ്റെ പ്രത്യേകത ഇവിടെ എന്താണോ ഇൻപുട്ട് അതിനെ സ്ക്വയർ ചെയ്ത് 1 ആഡ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ജി ഓഫ് എക്സിൽ എഫിനകത്ത് ഇപ്പം വന്നിരിക്കുന്നത് എഫിന് ഇൻപുട്ടായിട്ട് വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ഇൻപുട്ട് എഫിൻ്റെ പ്രത്യേകത ഇൻപുട്ടിനെ സ്ക്വയർ ചെയ്ത് 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്ത് 1 ആഡ് ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ കിട്ടിയ ആൻസറാണ് എക്സ്. അതേപോലെ ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടു. അപ്പോൾ ജിയുടെ പ്രത്യേകത എന്താ? ജി എന്താണോ ഇൻപുട്ട് ഇവിടെ വരുമ്പോൾ അത് ആ ഇൻപുട്ട് -1 റൂട്ടിനകത്താക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ മീനിങ് എന്താ? ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ ഇൻപുട്ട് -1 കാണുന്നു, അതിനെ എന്തിലാക്കുന്നു? റൂട്ടിനകത്താക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് എക്സ്. അപ്പോൾ പ്രത്യേകത എന്താ? ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സും പിന്നെ ജി ഓഫ് എഫ് ഓഫ് എക്സും രണ്ടും എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ ഇത്തരത്തിൽ എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഒരു ഫംഗ്ഷൻ അടുത്ത ഫംഗ്ഷൻ്റെ എന്താണെന്ന് പറയും? ഇൻവേഴ്സ് ആണെന്ന് പറയും. അപ്പോൾ അവിടെ തൊട്ട് താഴെ അവിടെ പറയുന്നുണ്ട്, ഈ ഒരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ, ഇത്തരത്തിൽ ഈ ഒരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ thus g is the inverse of f. g is the inverse of f എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ, അതായത് എഫ് കോമ്പോസിഷൻ ജി കാണുക, ജി കോമ്പോസിഷൻ എഫ് കാണുക, രണ്ടും എക്സ് എന്ന് തന്നെ കിട്ടി. വിച്ച് മീൻസ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. അപ്പോൾ നമുക്കതിനെ ഒന്ന് ഗ്രാഫ് കൂടെ വരയ്ക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് അവിടെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്, ഗ്രാഫ് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ശരി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. പക്ഷേ നമ്മുടെ ഡൊമൈൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 0 to ∞ ആണ് ഡൊമൈൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെ ഒഴിവാക്കും? ഈ ഭാഗത്തെ ഒഴിവാക്കും. അപ്പോൾ ഞാനൊന്ന് അത് ഒഴിവാക്കി ഞാൻ അവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഈ ഭാഗത്തെ ഒഴിവാക്കി വരയ്ക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഈ ഭാഗത്തേക്ക് മാത്രം ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ. ഇതാണ് എക്സ് സ്ക്വയർ. ഇനി എനിക്ക് വേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷനെ എടുത്ത് 1 യൂണിറ്റ് മുകളിലേക്ക് കയറ്റി വരയ്ക്കുക. അങ്ങനെ കയറ്റി വരച്ചു കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിട്ട് മാറും. അതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ പ്രത്യേകത എന്താ? എക്സ് സ്ക്വയർ വരച്ച ശേഷം അതിനെ 1 യൂണിറ്റ് മുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടുന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1. അതേപോലെ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. റൂട്ട് എക്സ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇങ്ങനെ വരും. ഇതാണ് റൂട്ട് എക്സിൻ്റെ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ റൂട്ട് എക്സ് -1 വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? റൂട്ട് എക്സിനെ 1 യൂണിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതും. 1 യൂണിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതാണ് റൂട്ട് ഓഫ് എക്സ് -1. ഇതാ കണ്ടില്ലേ? ഇതാണ് റൂട്ട് ഓഫ് എക്സ് -1. റൂട്ട് ഓഫ് എക്സ് -1 എതുകൂടെ പാസ് ചെയ്യുന്നത്? 1 0 കൂടെ പാസ് ചെയ്യുന്നു. നേരത്തെ എക്സ് സ്ക്വയർ പ്ലസ് 1 പാസ് ചെയ്യുന്നത് 0 1 കൂടെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയർ വരച്ചിട്ട് അതിനെ മുകളിലേക്ക് 1 യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1. റൂട്ട് എക്സ് വരച്ചിട്ട് ആ റൂട്ട് എക്സിൻ്റെ ഗ്രാഫിനെ റൈറ്റിലേക്ക് 1 യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റൂട്ട് ഓഫ് എക്സ് -1. അപ്പോൾ 2 ഗ്രാഫുകൾ ഉണ്ട്. ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1, മറ്റൊന്ന് റൂട്ട് ഓഫ് എക്സ് -1. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ്റെയും ഗ്രാഫ് അവിടെ വരച്ചിട്ടുണ്ട്. വരച്ച ശേഷം ഇപ്പോൾ എക്സാം നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈ 2 ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ 2 ഫംഗ്ഷൻ്റെയും ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി നടുക്കൂടെ ഒരു ലൈൻ വരച്ചു, ഒരു വെർട്ടിക്കൽ ലൈന് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അപ്പോൾ പ്രത്യേകത എന്താ? നമ്മുടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഇമേജായിട്ടാണ് ജി ഓഫ് എക്സ് വന്നിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്ന് പറയാം, ഇതൊരു സിമെട്രിക് നേച്ചർ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ജി എങ്കിൽ, എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എങ്കിൽ എപ്പോഴും നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത ഉണ്ടാവും. ഒരു ഗ്രാഫിനെ നമ്മുടെ y ഈക്വൽ ടു എക്സിനെ നമുക്കൊരു മിററായിട്ട് കാണുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ മിറർ ഇമേജായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ജി വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ്റെ എന്ത് വരയ്ക്കുന്നു? ഗ്രാഫ് വരയ്ക്കുന്നു. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുന്നു. ആ
ആ ലൈനിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഇമേജ് എടുക്കുക. ഇപ്പം നമുക്കറിയാം ഇമേജിൻ്റെ പ്രത്യേകത എന്താ, ഇങ്ങോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തിരിച്ച് ഇമേജ് വരുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇമേജ് വരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇമേജ് എടുക്കുക. അപ്പോൾ ഇമേജിൻ്റെ പ്രത്യേകത ഈ സിമെട്രിക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ടും വരുന്നത്. അപ്പോൾ ഒരു സിമെട്രിക് നേച്ചറോടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രാഫിൻ്റെ ഇൻവേഴ്സാണ് അടുത്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻവേഴ്സ് കാണുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഫംഗ്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താ നോക്കിയേ, എ ബി എഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എ എഫ് ഇൻവേഴ്സിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ഒരു പ്രത്യേകതയോട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എ ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ ബി എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ആയിരിക്കും. കാരണം നോക്കിയേ, ഇപ്പം നമ്മുടെ എഫ് എടുത്തു, എഫിനകത്ത് ആരുണ്ട്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തുള്ള ആളാണ് 0 1 അല്ലേ. 0 1 എഫിൻ്റെ ഭാഗമാണ്. അതുപോലെ ജിയുടെ ഭാഗമായിട്ട് ആരുണ്ട്, 1 0 ഉണ്ട്. ജിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് 1 0 ആണ്. അപ്പോൾ ഏത് കണ്ടീഷനായി, എ ബി എഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ബി എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ ബി എ എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് എ ബിയുടെ സ്ഥാനത്തൂടെ വന്നത് 0 1 ആണ്. ബി എയുടെ സ്ഥാനത്ത് ആര് വന്നു, 1 0 വന്നു. അപ്പോൾ ഞാൻ എടുത്തു പറയാവുന്ന 2 പോയിന്റുകൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയുള്ള ഏത് പോയിന്റ്, ഇവിടെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് പോയിന്റ്. ഇതേ ലൈനിൽ വരുന്ന ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത, ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ എന്താണ് A1 B1 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരാൻ പോകുന്ന പോയിന്റ് ആരായിരിക്കും, B1 A1 ആയിരിക്കും. അതാണ് പ്രത്യേകത. അതായത് ജസ്റ്റ് കോർഡിനേറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് വരുന്നു. അതാണ് പ്രത്യേകത. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എഫ് ഇൻവേഴ്സ് നമ്മൾ ബന്ധം എന്താ, എഫിനകത്ത് XY ഉണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സിനകത്ത് YX ഉണ്ടാകും. അതാണ് പ്രത്യേകത. ഈ ഗ്രാഫിനകത്ത് 0 1 ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 1 0 ഉണ്ടാവും. ഇപ്പം ഗ്രാഫിനകത്ത് 1 2 ഉണ്ടെങ്കിൽ എഫിനകത്ത് 1 2 ഉണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സിനകത്ത് 2 1 ഉണ്ടാവും. എഫിനകത്തൊരു 2 4 ഉണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സിനകത്ത് 4 2 ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ ഓരോരോ തിയറംസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.